അച്ഛാ ആ അളിയാന്ന് വിളിയടാ. ആ എന്നാ ശ്രീ എല്ലാ കാര്യവും ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞെന്നറിഞ്ഞു. പറയും, ഇനിയും പറയും. കാരണം നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം അങ്ങനെയാണ്. ഭാര്യയായ ഗൗരിയെക്കാളും സഹോദരിയായ നീരുവിനെക്കാളും അടുപ്പം എൻ്റെ അടുത്താണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയും. കാരണം നമ്മൾ അത്രയ്ക്ക് ആത്മബന്ധമാണ്. അല്ല, ഈ കാര്യം ചോദിച്ചുകൊണ്ട് എന്നെ ശല്യപ്പെടുത്താൻ വരരുത്. ഇത്രയ്ക്ക് ജാടയാണെ നമുക്ക് ഈ കാര്യം അറിയണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. ഉണ്ടോ ഗൗരി? ആ അത് തന്നെ, നമുക്ക് അറിയണമെന്നൊന്നുമില്ല അല്ലേ കേശു? അത് തന്നെ നമുക്ക് അറിയണ്ട. ആ പോട്ടാ പിന്നെ. ആ ഓ ചെല്ലേ അളിയ ആ എന്താ അളിയ എന്തോന്നാണ് എന്ത് എന്തിനാ സമയം ഉണ്ടെങ്കിൽ എനിക്ക് ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യോ? വാ വാടാ, 5 10 തരാം. വാ. എന്താണ് ഇതെന്തര്? ഈ തല അവിടെ കിടന്ന് എന്തിനാ കാണിക്കണത്? അമ്മ ഉറുമ്പ്. അച്ഛൻ ഉറുമ്പ് കൊണ്ടുവന്നത്. ആ ഉറുമ്പ്. എന്റെ പൊന്ന്. വാളിയ, നീ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. നീ എന്നെ കുടുംബത്തിനെ മറന്ന് അങ്ങ് പടവലത്ത് പോ. അളിയ എനിക്ക് എല്ലാവരും വേണം, അതാണ് എൻ്റെ വിഷമം. നമ്മൾ എപ്പോഴും കാണുമെന്ന് ഇനി പേടിക്കണ്ട. നീലു ഇതിലൊക്കെ പറഞ്ഞു. നിങ്ങളെന്തിനാ ഇവിടെ നിൽക്കണത്? എന്തേടേ എല്ലാം കൂടെ ചുറ്റും കൂടി എന്ത്? ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങക്ക് കാര്യങ്ങൾ സംസാരിക്കണ്ടെങ്കിൽ വീടിന് പുറത്തുപോയി സംസാരിക്കും. അത് തന്നെ, ഞങ്ങളുടെ ഇടയിൽ കിടന്ന രഹസ്യ ചർച്ചയൊന്നും വേണ്ട. അളിയ നമുക്ക് അപ്പാറമ്മയുടെ അങ്ങോട്ട് പോകാം. അത് തന്നെ, അതാ നല്ലത്. അപ്പൊ നമുക്ക് വീടിനകത്തിട്ട് കുറ്റിയിടാം. ആ അത് തന്നെ, ഇനി അതേ ഉള്ളൂ മാർഗം. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഒരു കാര്യം ഞാൻ ശ്രീയായിട്ട് ചർച്ച ചെയ്യൂല. എന്താ പോണില്ലേ? ശ്രീകുട്ടാ, നീ ഉള്ളത് പറ. അല്ലെങ്കിൽ അവർക്ക് വിഷമം തോന്നും. നീക്ക് പറ. നമുക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല, വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പറഞ്ഞാൽ എല്ലാവർക്കും വിഷമാവില്ലേ? വിഷമിക്കണമെങ്കിൽ വിഷമിക്കിട്ട് ചുമ്മാ ഇങ്ങനെ തത്തിക്കത്തിക്ക് ചോദിച്ചുകൊണ്ടിരുന്ന അവസാനം ഇരി തരം തറിഞ്ഞുക. അങ്ങനെയാണെങ്കിൽ അളിയൻ തന്നെ അത് പറയാം. എനിക്ക് പറയാൻ പറ്റൂല. ഞാൻ അങ്ങനെ പറയാൻ പറയാം. നീലു ഗൗരി, എനിക്കാണെങ്കിൽ അളിയനെയും ചേച്ചിയും പിള്ളേരൊന്നും വിട്ടു നിൽക്കാനും വയ്യ. അങ്ങ് പടവലത്തോട്ടും പോകണം. ഇങ്ങനെ പോണോ വേണ്ടേ? പോട്ടാ, ഇതാണ് നിൽക്കട്ടെ. നിങ്ങൾ പറ. എന്താണ് ആരും ഒന്നും മിണ്ടാതെ? ആർക്കൊന്നും പറയാൻ പറ്റില്ല കുട്ടാമ. ഇതിന് തീരുമാനം എടുക്കേണ്ട കുട്ടാമ.